ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം പാഠപഠനത്തിലേക്ക് കടക്കുകയാണ്. ഈ ക്വാർട്ടറിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം വൻ വിവാദം എന്ന പാഠമാണ്. അതിൻ്റെ മൂന്നാമത്തെ പാഠത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. അതിൻ്റെ തലവാചകം ഇരുട്ടിൽ വെളിച്ചം. ഇതിന് മനപ്പാഠവാക്യമായി കൊടുത്തിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യമാണ്. അതിന് യേശു അവരോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ. ഈ വാക്യം പറയുന്നത് പോലെ തന്നെ കുറച്ച് നാൾ വെളിച്ചം നമ്മോടുകൂടെ ഇരുന്നു, അല്ലേ? കർത്താവായ യേശു ക്രിസ്തു നമ്മോടുകൂടി കുറച്ച് നാൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നാം അന്ധകാരത്തിലായി. പകരം നമുക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് അയച്ചു തന്നിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. ആ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്, നാം വെളിച്ചമുള്ളിടത്തോളം നാം നടന്നുകൊള്ളുവാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തിരുവചനം, നമ്മുടെ വിശുദ്ധ ബൈബിൾ ഒരു വെളിച്ചമായി നമ്മുടെ മുന്നിലുണ്ട്. നാം ഇരുട്ടിൽ തപ്പിത്തടയുമ്പോഴും നാം ഒരു ആശ്രയമില്ലാതെ അലയുമ്പോഴും എല്ലാം സഹായമായി വരുന്നത് നമ്മുടെ ബൈബിൾ തന്നെയാണ്. ഇവിടെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നാം നോക്കുമ്പോൾ സാത്താനെ 2 രീതിയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നു. അതായത് മഹാസർപ്പമായും പഴയ പാമ്പായും. മഹാസർപ്പമായി ചിത്രീകരിച്ചിരിക്കുന്നത് ദൈവത്തെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്. ദൈവം, നമുക്കറിയാം, യേശു ക്രിസ്തു ജനിച്ച സാഹചര്യത്തിൽ ഹെരോദ രാജാവിലൂടെ ഈ സാത്താൻ പ്രവർത്തിക്കുകയും അങ്ങനെ യേശുവിനെ ആ ശൈശവ ദിശയിൽ തന്നെ നശിപ്പിക്കുവാൻ നോക്കി. എന്നാൽ അങ്ങനെ നശിപ്പിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള ആ ഒരു ശ്രമം നടത്തിയത് കൊണ്ട് തന്നെ ഇവിടെ പിശാചിനെ മഹാസർപ്പം എന്ന് യോഹന്നാൻ ചിത്രീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പഴയ പാമ്പെന്നും പിശാചിനെ ചിത്രീകരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ജനങ്ങളെ, സാധാരണ ദൈവമക്കളെ വഞ്ചിക്കുവാൻ തൻ്റെ എല്ലാ തന്ത്രപരമായ നുണകളും ഈ സാത്താൻ പ്രയോഗിക്കുന്നു. തന്ത്രപരമായിട്ട് എല്ലാ നുണകളും ഈ സാത്താൻ പ്രയോഗിക്കുന്നത് കൊണ്ട് തന്നെ സാത്താനെ പഴയ പാമ്പ് എന്നും പറയുന്നു. ആദിമ ക്രിസ്ത്യാനികളുടെ കാര്യം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു. ആ ആദിമ ക്രിസ്ത്യാനികളെല്ലാവരും തന്നെ വളരെയധികം പീഡനത്തിൽ കൂടി കടന്നുപോയി. അവർ സിംഹങ്ങളുടെ ഗുഹയിലിട്ടു, അതുപോലെ തന്നെ തൂണിൽ കെട്ടി തീ കത്തിച്ചു. അങ്ങനെ കൊടിയ പീഡനങ്ങൾ കൂടി ഈ ആദിമ ക്രിസ്ത്യാനികൾ കടന്നുപോയി. എന്നാൽ അതെല്ലാം അവർ സഹിച്ചു, അത് മറികടന്നു. അതിലുപരിയായി ഈ പീഡനങ്ങൾക്കിടയിലൂടെയും ക്രിസ്ത്യാനിത്വം വളരെ നന്നായി തന്നെ പ്രചരിക്കുവാനിടയായി. വളരെ പെട്ടെന്ന് ശിഷ്യന്മാർ വഴി ഈ ലോകമെമ്പാടും ആ വചനം പ്രചരിക്കുകയും അനേകം പേര് ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും എത്തിയപ്പോൾ സാത്താന് മനസ്സിലായി, ഈ പീഡനം കൊണ്ട് ഒരു കാര്യവുമില്ല. പീഡനം കാരണം കഴിഞ്ഞ പാഠം നമ്മൾ പഠിച്ച പോലെ ഒരു രക്തം വിത്തായി മാറുന്ന, ഓരോരുത്തരും പീഡിക്കപ്പെട്ട് മരണപ്പെടുമ്പോൾ ആ രക്തം, ഓരോ തുള്ളി രക്തവും വിത്തുകൾ, ക്രിസ്ത്യാനിത്വത്തിൻ്റെ വിത്തുകളായാണ് മാറുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പീഡനം നമുക്ക് മാറ്റാം, അത് ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് സാത്താൻ ഇവിടെ ചിന്തിച്ചിട്ട് പീഡനം അടുത്ത് കൊണ്ടുവന്നതാണ് ഒത്തുതീർപ്പ് അല്ലെങ്കിൽ വിട്ടുവീഴ്ച. അതാണ് സാത്താൻ്റെ അടുത്ത തന്ത്രമായിട്ട് സാത്താൻ ഇവിടെ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, പണ്ട് മുതലേ ആചരിച്ചു വന്നത്, നമ്മൾ 7-ാം ദിവസമായ ശനിയാഴ്ചയാണ് ശബദായി ആചരിച്ചു വന്നത്. എന്നാൽ പിന്നെ വിട്ടുവീഴ്ച വഴിയാണ് ശരിക്കും അത് 1-ാം ദിവസത്തിലേക്ക് മാറി. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അതിന് ശേഷം നമ്മൾ പഠിക്കും. അങ്ങനെ ഈ തിരുവചന സത്യവും ജനകീയ ആചാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു. കാരണം ആ സമയത്ത് തന്നെ അനേകം വിജാതീയർ സ്നാനം സ്വീകരിച്ചു. അങ്ങനെ ഈ വിജാതീയരെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവർക്ക്
സത്യത്തെക്കുറിച്ചുള്ള സമഗ്രമായ അറിവോ ജ്ഞാനമോ ഇല്ലാതെയാണ് അവർ അനേകർ സ്നാനപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ സഭയിലേക്ക് അനേകം തെറ്റായ പഠിപ്പിക്കലുകളും തെറ്റായ ചിന്തകളും തെറ്റായ കാര്യങ്ങളും വചനത്തെ വളച്ചൊടിക്കുന്ന രീതികളും ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ വന്ന ഈ സാഹചര്യത്തിൽ ശരിയായ സത്യം അനുഷ്ഠിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വന്നു. നമുക്ക് ഇന്നത്തെ പാഠത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഇന്നത്തെ പാഠം ആധാരമാക്കിയിരിക്കുന്നത് വൻ പോരാട്ടം എന്ന പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായമാണ്. അത് നിങ്ങൾ നല്ല വിശദമായി വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠം കൂടുതൽ നന്നായി മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് വിട്ടുവീഴ്ച, സാത്താൻ്റെ സൂക്ഷ്മ തന്ത്രം. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിനെയാണ് ശരിക്കും നാം ആചരിക്കേണ്ടത്. ആ ദൈവത്തെയാണ് നാം ദൈവമായിട്ട് കരുതേണ്ടത്. എന്നാൽ ഒരു വാക്യം കൂടി വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ 8-ാം അധ്യായം എൻ്റെ 44-ാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യം ഇല്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു എന്നിവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 ആൾക്കാർ, ഒരു നായകനും ഒരു പ്രതിനായകനുമായി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു നായകനാണെങ്കിൽ യേശുവാണ്, അതിൻ്റെ പ്രതിനായകൻ വില്ലൻ ഇവിടെ പിശാചാണ്. അപ്പോൾ ഈ നായകനെ നാം ചിന്തിക്കുമ്പോൾ നായകൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവനാണ് വഴിയും സത്യവും ജീവനും. എന്നാൽ പ്രതിനായകനായ സാത്താനാണെങ്കിൽ ഇവിടെ കള്ളനും അവൻ്റെ അപ്പനും, അതായത് പിതാവുമാണ് എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. സാത്താൻ പലതരത്തിലുള്ള വഞ്ചനകൾ പ്രയോഗിക്കുന്നു. നുണകൾ, വഞ്ചന, തെറ്റായ വിവരങ്ങൾ, സത്യത്തിന് വളച്ചൊടിക്കൽ, സംശയം, ഇതെല്ലാം സാത്താൻ്റെ സ്വഭാവങ്ങളാണ്. നമുക്കതിൻ്റെ ഉദാഹരണം നമുക്കറിയാം. ഏദൻ തോട്ടത്തിൽ ഹവ്വയെ വഞ്ചിച്ചു. പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ആ വലിയൊരു കള്ളമോടെ സാത്താൻ പറയുക വഴി പാപത്തിൻ്റെ വാതിലവിടെ തുറക്കുകയും മനുഷ്യൻ പാപത്തിൽ വീഴുകയും ചെയ്തു. ഇവിടെ വേറൊരു പ്രത്യേകത സാത്താൻ്റെ പറഞ്ഞിരിക്കുന്ന, അവൻ്റെ നേട്ടത്തിനായി തിരുവചനത്തെ തെറ്റായി ഉദ്ധരിക്കുന്നു. സാത്താൻ എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് തിരുവചനത്തെ തെറ്റായി ഉദ്ധരിക്കുക വഴി ആണ് സാത്താൻ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. നമുക്ക് ഇവിടെ കുറേ വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 23-23, യോഹന്നാൻ 17-17, 8-32, ഇതെല്ലാം കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം സത്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത് സദൃശവാക്യങ്ങളിൽ 23-23 പറഞ്ഞിരിക്കുന്നത് നാം സത്യത്തെ വാങ്ങേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-17 പറഞ്ഞിരിക്കുന്നു വചനം സത്യമാകുന്നു. 8-32 പറഞ്ഞിരിക്കുന്നു സത്യം നമ്മെ സ്വതന്ത്രമാക്കും എന്ന്. നമുക്കറിയാം യേശുവിനെ സാത്താൻ പരീക്ഷിച്ചു. പല പരീക്ഷണങ്ങൾ സാത്താൻ കൊണ്ടുവന്നു. എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല, സമയക്കുറവുകൊണ്ട്. അതുകൊണ്ട് ആ പരീക്ഷണങ്ങളെല്ലാം എങ്ങനെയാണ് യേശു വിജയിച്ചത്? തീർച്ചയായും വചനത്തിലൂടെ തന്നെയാണ് വിജയിച്ചത്. തിരുവചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു സാത്താനെ മറികടന്നതും ആ പരീക്ഷയിൽ യേശുവിന് വിജയിക്കുവാൻ സാധിച്ചതും. സാത്താൻ മനുഷ്യരുടെ മേൽ തൻ്റെ ആധിപത്യം നിലനിർത്തുവാനും
മാർപ്പാപ്പയുടെ അധികാരം സ്ഥാപിക്കുവാൻ അവരെ ആജ്ഞയിൽ നിന്ന് നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ സാത്താന് ഒരു ലക്ഷ്യമുണ്ട്. നാം നേരത്തെ പറഞ്ഞതുപോലെ വിട്ടുവീഴ്ച, പലതരത്തിലും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ശരിയായ സത്യം ജനങ്ങളിലേക്ക് എത്താത്ത അതിനെ മറച്ചുകൊണ്ട്, നമുക്കറിയാം മുൻപൊക്കെ റോമൻ കത്തോലിക്ക സഭ ബൈബിൾ വിശ്വാസികൾക്ക് കൊടുത്തിരുന്നില്ല വായിക്കുവാൻ. അവർക്ക് അറിയില്ല, ആ ഭാഷ അവർക്ക്. പിന്നെ അത് ഇംഗ്ലീഷിലേക്കും മറ്റ് പ്രാദേശിക ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടു. അങ്ങനെ തർജ്ജമ ചെയ്ത സാഹചര്യത്തിലാണ് ജനങ്ങളുടെ കയ്യിൽ ഈ വചനം എത്തുന്നത്. ആ വചനമാകുന്ന വെളിച്ചം എത്തിയപ്പോഴാണ് ഈ ജനങ്ങൾ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വന്നത്. അങ്ങനെയാണ് മാർട്ടിൻ ലൂതർ കിങ്ങൊക്കെ വരുന്നതും പ്രബന്ധങ്ങൾ എഴുതുന്നതും അങ്ങനെ റിഫർമേഷൻ മൂവ്മെൻ്റ് ആരംഭിക്കുന്നതുമൊക്കെ ഈ സത്യവെളിച്ചമായ ഈ തിരുവചനം വിവർത്തനം ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിയതിന് ശേഷമാണ്. എന്നാൽ അത് വിവർത്തനം ചെയ്യാതിരിക്കുവാൻ, ശരിക്കും ആദ്യം വിവർത്തനം ചെയ്ത ആളിനെ റോമൻ കത്തോലിക്ക സഭ കൊന്നു. അങ്ങനെ സത്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി മാക്സിമം ഈ സാത്താൻ ശ്രമിക്കും. അപ്പോൾ നാം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ദൈവവചനത്തെ വളച്ചൊടിക്കുവാനും തെറ്റായി വ്യാഖ്യാനിക്കുവാനും സാത്താൻ പല പല ശ്രമങ്ങൾ നടത്താറുണ്ട് അല്ലേ. ഇപ്പോൾ തന്നെ യൂട്യൂബ് ചാനൽ നമുക്കുണ്ട്. അപ്പോൾ ഈ ചാനലിൽ പല പല ചാനൽ, ഓരോരുത്തർക്കും ഓരോ ചാനലും ഉണ്ട്. അപ്പോൾ അതുവഴി പല പല തെറ്റായ രീതിയിലുള്ള പഠിപ്പിക്കലുകൾ, യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചായാലും അതുപോലെ തന്നെ ലൂണാർ ശാബത്തായാലും അങ്ങനെ യേശുവിൻ്റെ അസ്തിത്വത്തെ, അതെല്ലാം മനുഷ്യത്വവും മനുഷ്യനായിട്ടുള്ളതും ദൈവികമായിട്ടുള്ളതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഉള്ള അനേകം വീഡിയോകൾ നമ്മളെ മുന്നിലേക്ക് എത്തുന്നു. എന്നാൽ ഇതിൽ നിന്ന് ഏതാണ് സത്യം, ഏതാണ് തെറ്റ്, ഏതാണ് നല്ലത്, നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നെല്ലാം വചനത്തിൻ്റെ നമുക്കിപ്പോൾ ബൈബിള് വളരെയധികം സൗജന്യമായിട്ട് നമുക്ക് യഥേഷ്ടം ലഭിക്കുന്നു. പണ്ടത്തെ അന്ധകാര യുഗത്തിലെ പോലെ അല്ല, നമുക്ക് ബൈബിൾ നന്നായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും തന്നെ ബൈബിൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആർക്കെങ്കിലും ബൈബിൾ ഇല്ലെങ്കിൽ നമുക്ക് അതറിയാനിടയാൽ നമുക്കത് നൽകുവാൻ സാധിക്കും. അങ്ങനെ ഈ ബൈബിൾ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ ബെരോവയിലെ വിശ്വാസികളെ പോലെ അങ്ങനെ തന്നെയാണോ ഇതിലെഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിൽ നോക്കി നാം സത്യം തിരിച്ചറിഞ്ഞ് നാം മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കിനി തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് വന്യമായ ചെന്നായ്ക്കൾ. നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും ഞാൻ സ്വന്തം രക്തത്താൽ സമ്പാദിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്ത് കൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇവിടെ നാം പറഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന ഒരു വിശ്വാസ ത്യാഗത്തെക്കുറിച്ചാണ്. കാരണം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന മുന്നറിയിപ്പുകളാണ് നാം വായിച്ചത്. കാരണം കൊടിയ ചെന്നായ്ക്കൾ, അതായത് ആട്ടിൻകൂട്ടത്തിൽ ചെന്നായ്ക്കളെ പോലെ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ്ക്കൾ. ഈ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ്ക്കളെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്. നാം അറിയാതെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ വരികയും നമ്മുടെ വിശ്വാസത്തെ മാറ്റുകയും അങ്ങനെ നാം വിശ്വസിച്ചിരുന്നതിനെ മാറ്റി
വേറെ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതുമായ ചെന്നായ്ക്കൾ. നമുക്ക് അറിയാം, നാം 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും നാം കണ്ടതുപോലെ തന്നെ അന്ന് ആഴമായ സ്നേഹത്തിൽ വേരൂന്നിയായിരുന്നു എല്ലാവരും പ്രവർത്തിച്ചിരുന്നത്. ഒത്തൊരുമയോടുകൂടിയായിരുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ആ സമയത്ത് ചെന്നായ്ക്കൾക്ക് ഇതിനകത്ത് കടന്നാൽ തന്നെ അവരെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പിന്നെ 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും വന്നപ്പോൾ അത് തിരിച്ചറിയാനുള്ള സാഹചര്യം ഇല്ലാതെയായി. കാരണം അനേകർ വിപരീത ഉപദേശമായിട്ടും മതവിരുദ്ധതയുമായിട്ടും തെറ്റായ ഉപദേശങ്ങളായിട്ടും എല്ലാം പുറജാതിക്കാരും പല പല ആൾക്കാരും ഈ സഭയിലേക്ക് കടന്നു വന്നു. അവർ വന്നിട്ട് പല പല കാര്യങ്ങൾ അവർ ഉന്നയിക്കുകയുണ്ടായി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പറയുന്നത്, അദ്ദേഹം ഒരു സ്വപ്നം കാണുകയും ഒരു കുരിശ് കാണുകയും അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം വന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു, ഞാനിനി മുതൽ ക്രിസ്ത്യാനി ആയിരിക്കുകയാണ്. കാരണം എനിക്ക് അത് അങ്ങനെ ഒരു ദർശനം ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ആ കാലഘട്ടം നാം ഓർക്കണം. ക്രിസ്ത്യാനികൾ വളരെയധികം പീഡനങ്ങൾ സഹിച്ചു വന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ പീഡനം സഹിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഒരു റോമൻ ഭരണാധികാരി വന്ന് പറയുകയാണ്, ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാണ് എന്ന്. അങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയുണ്ടായി. ക്രിസ്ത്യാനികളെ എല്ലാവരെയും ഒരു സ്ഥലത്ത് വിളിച്ചു കൂട്ടി മറ്റ് എതിർ പക്ഷക്കാരെയും വിളിച്ചു കൂട്ടി പറയുകയാണ്, ഇനി മുതൽ നമ്മുടെ ദൈവാലയങ്ങളെല്ലാം ക്രിസ്തീയ ദൈവാലയങ്ങളായിട്ട് മാറുകയാണ്. ഇനി മുതൽ പീഡനം നാം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ പാടില്ല. അത് AD 321 സംഭവിച്ചത്. അങ്ങനെ പക്ഷേ ക്രിസ്ത്യാനികൾ ആ പീഡനം ഇല്ലാതിരിക്കണമെങ്കിൽ ക്രിസ്ത്യാനികൾ ഒരു കാര്യം ചെയ്യണം. ക്രിസ്ത്യാനികൾ അവരുടെ ആരാധന ദിവസം ശനിയാഴ്ച, അതായത് 7-ാം ദിവസമായ ശനിയാഴ്ചയിൽ നിന്ന് 1-ാം ദിവസമായ ഞായറാഴ്ചയിലേക്ക് മാറ്റണം. കാരണം അന്ന് വരെ അവർ ഇടയിലുണ്ടായിരുന്ന ആ ദൈവാലയങ്ങളെല്ലാം സൂര്യനെ ആരാധിക്കുന്ന ദൈവാലയങ്ങളായിരുന്നു. ഈ സൂര്യനെ ആരാധിക്കുന്ന ദൈവാലയങ്ങളെല്ലാം മാറ്റി ക്രിസ്ത്യാനികളുടെ ദൈവാലയമാക്കുമ്പോൾ ആരാധന ദിവസം അതുതന്നെയായിട്ട് അവർ തുടരുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ അനേകർ ക്രിസ്ത്യാനികളായി മാറി. അനേക ക്രിസ്ത്യാനികൾ ശനിയാഴ്ച മാറ്റി ഞായറാഴ്ചയിൽ ആരാധിക്കുവാൻ തുടങ്ങി. 7-ാം ദിവസം മാറ്റി 1-ാം ദിവസം ആരാധിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു വിശ്വാസത്യാഗം അവിടെ സംഭവിക്കുകയാണ്. ഒരു ഒത്തുതീർപ്പ്, ഒരു വിട്ടുവീഴ്ച അവിടെ ചെയ്യുന്നത് വഴി ദുരാചാരങ്ങൾ നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആ ദുരാചാരം ഇപ്പോഴും തുടർന്നുകൊണ്ട് ഭൂരിഭാഗം പേരും ആ ദുരാചാരത്തിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ വളരെ ചുരുക്കം പേരായ നമ്മൾ ശരിയായ ആരാധന 7-ാം ദിവസം തന്നെ നാം ആരാധിക്കുന്നു. നാം ഈ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾ നമ്മൾ ദിനംതോറും കണ്ടുകൊണ്ടും ഒക്കെ ഇരിക്കുന്നു. നമ്മുടെ സഭയിലായാലും ശബത്ത് ആചരിക്കുന്നതിനായാലും പല പല തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ പല പല കാലഘട്ടത്തിലും പല പല ദിവസങ്ങളിലുമായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ആവിർഭാവം പ്രമാണിച്ച് അതും അനേകമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. നാം എങ്ങനെയാണ് ശബത്തിനെ ആചരിക്കുന്നത്, അതിനെ വിശുദ്ധമായി ആചരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അതോ നാം വിട്ടുവീഴ്ചയുടെ പാതയിലാണോ നാം ആയിരിക്കുന്നത്? നമുക്കും ഒരു നിമിഷം ചിന്തിക്കാം. പണ്ട് 1-ാം നൂറ്റാണ്ടിലെ ആൾക്കാർ എങ്ങനെ ശബത്ത് ആചരിച്ചുവോ, പണ്ടുള്ളവരെങ്ങനെ ശബത്തിനെ വിശുദ്ധമായി ആചരിച്ചുവോ, പണ്ടുള്ളവരെങ്ങനെ ബൈബിൾ വായിച്ചുവോ, വചനങ്ങൾ പഠിച്ചുവോ, എങ്ങനെ സ്നേഹം നിലനിർത്തിയോ, എങ്ങനെ വചനപ്രകാരം ജീവിച്ചോ, അതുപോലെ തന്നെയാണോ നാം ആയിരിക്കുന്നത്? നമുക്കൊരു നിമിഷം ചിന്തിക്കാം. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് വചനത്താൽ സംരക്ഷിക്കപ്പെടുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 16ഉം 17ഉം വാക്യങ്ങൾ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുകയാണ്, യേശു പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ല
എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ 20:32 നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് വചനം ആത്മീക വർധനയ്ക്ക് ഉതകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഒരു അവകാശമാണ് ശരിക്കും ദൈവവചനം എന്നുള്ളത്. അപ്പോൾ ഈ ഇന്നത്തെ പാഠത്തിലുടനീളം നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് ബൈബിളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. 2 തീമോഥെയോസ് 3:16-17 പ്രകാരം പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അങ്ങനെ ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും അത് സൽപ്രവർത്തിക്കും, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും എല്ലാത്തിനും പ്രയോജനമുള്ളതാണ് നമ്മുടെ തിരുവചനം. ഈ തിരുവചനത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ നാം വെളിപ്പെടുത്തുന്നത് ഈ വൻ പോരാട്ടത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഈ വൻ പോരാട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ പല പല പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. പല സമയത്ത് നാം തളർന്നു പോകും, പല സമയത്ത് നമുക്ക് ഒരു പ്രതിസന്ധി നേരിടും. ഇതിനെല്ലാം മറുപടി നമ്മുടെ തിരുവചനത്തിലുണ്ട്. ആ തിരുവചനം എടുത്ത് വായിച്ചാൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള ഊർജവും ആ തളരാതെ നിൽക്കുവാനുള്ള ശക്തിയും ഈ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ യേശുവിൻ്റെ ജനനം, ജീവിതം, പഠിപ്പിക്കലുകൾ, ശുശ്രൂഷകൾ ഇതെല്ലാം നമുക്ക് ഈ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു എങ്ങനെയാണ് ജീവിച്ചത്, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ തിരുവചനത്തിൽ നിന്ന് തന്നെയാണ്. എല്ലാ വിശുദ്ധ സത്യങ്ങളും മനസ്സിലാക്കുന്നതിനുള്ള അന്തിമവും ആത്യന്തികവുമായ മാനദണ്ഡമാണ് നമ്മുടെ ഈ തിരുവചനം. എന്നാൽ ഈ തിരുവചനത്തിനും അത് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, അത് നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുന്നവരുണ്ട്. പല കാലഘട്ടത്തിലും അത് നശിപ്പിക്കപ്പെട്ടു, തീക്കിരയായി, അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുകയുണ്ടായി. അതുപോലെ തന്നെ ഇതിനകത്തുള്ള തിരുത്തലുകൾ, പല പല തിരുത്തലുകൾ വന്ന് സത്യ തിരുവചനം മാറ്റി അവർ പുതിയ പുതിയ ബൈബിളുകൾ, അതായത് നമുക്കറിയാം 10 കൽപ്പന തന്നെ അത് വേറെ രീതിയിലാണ് റോമൻ കത്തോലിക്ക സഭയിലെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് വ്യക്തമായി നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് പാലയൂർ നമ്മുടെ സെൻറ്റ് തോമസ് വന്നിറങ്ങി എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ കൽപ്പനകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വളരെ വ്യക്തമായി അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അത് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പല പല രീതിയിൽ നമ്മുടെ ദൈവവചനത്തെ കോട്ടിക്കളയുന്നതും വചനത്തിൻ്റെ പ്രാധാന്യം ഇല്ലാതാക്കി കളയുന്നതുമായ പല പല കാര്യങ്ങൾ നമുക്ക് ദിനം പ്രതി കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ചിന്തകന്മാരും തത്വചിന്തകന്മാരും വേദപുസ്തക പണ്ഡിതന്മാരും പറയുന്നത് ഇത് ദൈവം പറഞ്ഞിട്ടല്ല, ദൈവശ്വാസീയമല്ല, ദൈവത്തിൻ്റെ ദർശനത്തിൽ നിന്നോ ദൈവം പറഞ്ഞത് വഴിയോ അല്ല ബൈബിൾ എഴുതിയിട്ടുള്ളതെന്നൊക്കെ ചിലർ വാദിക്കുന്നുണ്ട്. അവർ പറയുന്നത് അത് ചിലർ മാനുഷിക പ്രശ്നത്തിലൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ് ഈ തിരുവചനങ്ങൾ എന്നാണ് പറയുന്നത്. അവർക്ക് ഓരോ മനുഷ്യരും ഓരോ കാലഘട്ടത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ അവരുടെ മനസ്സിൽ വന്ന മാനുഷിക ചിന്തകളാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെയാണ് ചിലർ വാദിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് സാത്താൻ കൊണ്ടുവരും. എന്നാൽ ആ ചിന്തകളിലൊന്നും നമ്മൾ അടിമപ്പെടാൻ പാടില്ല. ഇതെല്ലാം ദൈവശ്വാസീയം തന്നെയാണ്. കാരണം അതിൽ പ്രവചനങ്ങൾ മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ മതി. നാം നോക്കുമ്പോൾ ദാനിയേൽ പ്രവചനം നാം നോക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നെ സംഭവിച്ചതാണ്. ദാനിയേലും വെളിപ്പാടും എന്ന പുസ്തകം തന്നെയാണ് CN ജോൺ സാർ എഴുതിയത്. ആ പുസ്തകം നിങ്ങൾ വായിക്കുക. ആ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് ആ പ്രവചനങ്ങളുടെ പ്രാധാന്യം. അതുപോലെ തന്നെ LNG വൈറ്റിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. അത് വായിക്കുമ്പോഴും
നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പ്രവചനങ്ങൾ എപ്രകാരം സത്യമായി വന്നുവെന്നും ഇനി സത്യമായി പോകുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അജ്ഞരായി പോകരുത്. ഒരിക്കലും സാത്താൻ്റെ പിടിയിൽ നാം വീണു പോകരുത്. നമ്മുടെ തിരുവചനം നമ്മുടെ അഭിമാനമാണ്. അത് നമ്മുടെ സ്വത്താണ്. അത് നമ്മൾ സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് വായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിൽ വിശ്വസിക്കേണ്ടതും വളരെ ആവശ്യമാണ്. അതിന് വിരുദ്ധമായി ആരെന്ത് പറഞ്ഞാലും അത് നമ്മൾ ഖണ്ഡിക്കേണ്ടതും അത് നമ്മൾ ബൈബിളിൽ വച്ച് തന്നെ അതിനെ തെളിയിക്കേണ്ടതും വളരെ ആവശ്യമാണ്. അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം തിരുവെഴുത്തുകൾക്ക് പുറമേ മാനുഷിക യുക്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ തിരുവചനം ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം തിരുവചനമില്ലാത്ത അവസ്ഥ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ തിരുവചനം ഇല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ അവർക്ക് ഒരു മാർഗദർശനം ഉണ്ടാവുകയില്ല. നടക്കുവാനുള്ള വഴി അവർക്കറിയാതെ പോകും. ഇവിടെ സദൃശവാക്യങ്ങൾ 16:25 പറയുന്നത്, ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, പക്ഷേ അതിൻ്റെ അവസാനമോ മരണ വഴികളത്രേ. അപ്പോൾ നമ്മൾ ഒരു വഴി നമുക്ക് ഇല്ല എങ്കിൽ, ഒരു പാത നമ്മുടെ മുന്നിൽ ഇല്ല എങ്കിൽ നമുക്കൊരിക്കലും ശരിയായി നടക്കുവാൻ സാധിക്കുകയില്ല. നാം ഒരു വഴി ചൊവ്വായി തോന്നും, അതിലൂടെ നടക്കും, പക്ഷേ അതിൻ്റെ അവസാനം മരണ വഴികളായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ന്യായപ്രമാണങ്ങളുടെ പുസ്തകം 21-25 വാക്യത്തിൽ പറയുന്നു, അവിടെ രാജാവില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കുട്ടി പറയുന്നു. രാജാവില്ലാത്ത കാലഘട്ടം എങ്ങനെയായിരിക്കും? അവിടെ നിയമവുമില്ല, അവിടെ ഒരു കാര്യവുമില്ല. ജനങ്ങളെല്ലാം തോന്നിയതുപോലെ ജീവിക്കുകയും അവിടെ ആ ജീവന് ഒരു സംരക്ഷണവുമില്ലാത്ത അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടും. അതുപോലെ യെശയ്യാ പ്രവചനം 53-6 വാക്യത്തിൽ പറയുകയാണ്, നമുക്ക് തിരുവചനവും നമ്മുടെ തിരുവചന സത്യങ്ങളും ഇല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം നമ്മുടെ 10 കൽപ്പനകൾ ശരിക്കും നമുക്ക് ഒരു മാർഗദർശിയാണ്. ഈ 10 കൽപ്പനയിൽ കൂടി നമ്മൾ അത് ഓർത്തുകൊണ്ട് അത് മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ അതാണ് ശരിയായ പാത. ആ ശരിയായ പാത ഒരു കണ്ണാടി പോലെ നമ്മുടെ മുന്നിൽ ദൈവം കാണിച്ചു തരുന്നു. ആ കണ്ണാടി നമ്മളെ പല രീതിയിൽ നമ്മളെ സ്വാധീനിക്കും. ചിലപ്പോൾ 10 കൽപ്പന കണ്ണാടിയാകുമ്പോൾ നമ്മുടെ മുഖത്തുള്ള അഴുക്ക് അത് കാണിച്ചു തരും, പാടുകൾ അത് കാണിച്ചു തരും, നമ്മുടെ വസ്ത്രത്തിലുള്ള കറകൾ അത് കാണിച്ചു തരും. നമുക്ക് നമ്മെ തന്നെ കാണുവാൻ സാധിക്കില്ല. മറ്റുള്ളവരുടെ സഹായത്തോട് മാത്രമേ നമുക്ക് കാണാൻ, ഒരു കണ്ണാടിയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ ചൂണ്ടിക്കാണിക്കുവാൻ തീർച്ചയായും 10 കൽപ്പനയ്ക്കും നമ്മുടെ തിരുവചനത്തിനും സാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ഒരു കഥ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഈ ലേഖകനും ഭാര്യയും കൂടി ഇങ്ങനെ ഒരു കാൽനട യാത്ര പോകുവാൻ തീരുമാനിച്ചു. വനത്തിലൂടെയാണ് പോകുന്നത്. അവർക്കറിയാം, നേരത്തെ തന്നെ നിശ്ചയമുണ്ട് ഏതൊക്കെ വഴി കൂടെ പോയാൽ ഏതിലേക്ക് തിരിച്ചു വരാമെന്ന്. പക്ഷേ കുറേ ദൂരം നടന്നു, എവിടെയോ വഴി തെറ്റി. നടന്ന് കുറേ പോകുമ്പോൾ ഈ ആളിന് മനസ്സിലായി വഴി തെറ്റിയിരിക്കുന്നു. അങ്ങനെ കുറേ നടക്കുമ്പോൾ പെട്ടെന്ന് അയ്യോ ആരെങ്കിലും കണ്ടാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച് ഇരിക്കുന്ന സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഒരു വ്യക്തിയെ കാണുന്നു. അപ്പോൾ ആ വ്യക്തി പറയുന്നു, നിങ്ങൾക്ക് വഴി തെറ്റിയിരിക്കും, നിങ്ങൾ ഈ വഴിയെ പോവുക എന്ന് പറഞ്ഞൊരു വഴി അവിടെ കാണിച്ചു കൊടുക്കുന്നു. ആ വഴിയെ പോയി ആ വഴിയെ അവിടെ ചെന്നപ്പോൾ നോക്കുമ്പോൾ ഇവർ താമസിച്ചിരുന്ന അതേ സ്ഥലത്ത് താമസിക്കുന്ന ഒരു വ്യക്തി കാറുമായി അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ആ കാറിൽ കയറി നോക്കുമ്പോൾ ഇവർക്ക് എത്തേണ്ട സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ മാറിയാണ് ഇവർ വഴി തെറ്റിപ്പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കാറിൽ കയറുകയും അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് തിരുവചനവും. നാം ചിലപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വഴി തെറ്റുമ്പോൾ അതല്ല വഴി, ഇതാണ് വഴിയെന്ന് കാണിച്ചു തരുന്നതാണ് തിരുവചനം. അതുപോലെ നാം വഴിതെറ്റി മുന്നോട്ട് ആ പാതയിൽ കൂടെ നടന്നാലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർക്കുവാൻ സഹായിക്കുന്ന ഒരു മാർഗം കൂടിയാണ് നമ്മുടെ തിരുവചനം. അങ്ങനെ ഈ തിരുവചനം നമുക്ക് തന്നിരിക്കുമ്പോൾ
നേരത്തെ നമ്മൾ മനപ്പാഠവാക്യത്തിൽ വായിച്ച പോലെ നമ്മുടെ കൂടെ വെളിച്ചം യേശു ഉണ്ടായിരുന്നു. എന്നാൽ ആ വെളിച്ചം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. പകരം നമുക്ക് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നാം ആ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരിക്കലും നമുക്ക് വഴി തെറ്റുകയില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് തീർച്ചയായും നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. നാം ഇവിടെ ദാനിയേൽ പ്രവചനത്തിനെ കുറിച്ച് നാം ഇവിടെ പഠിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിൽ നാം നോക്കുമ്പോൾ ഈ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിക്കും അത് യേശു ജനിക്കുന്നതിന് ശരിക്കും 500-ലധികം ക്രിസ്തുവിന് 500-ലധികം വർഷത്തിന് മുമ്പുള്ളതാണ് ശരിക്കും ദാനിയേൽ പ്രവചനം. എന്നാൽ ഈ ഈയിടെയുള്ള ചില ചിന്തകർ പറയുന്നതാണ്, ഇല്ല, ഈ 500 വർഷമൊന്നും പഴക്കമില്ല, അതിന് വളരെ കുറച്ച് നൂറ്റാണ്ട് മാത്രമേ പഴക്കമുള്ളൂ, അത് BC 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് എഴുതിയതെന്നൊക്കെ പലരും ഇത് വാദിക്കുന്നു ഈ ദാനിയേൽ പ്രവചനം. എന്നാൽ അങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുവാൻ ഈ തിരുവചനം നമ്മെ സഹായിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാനും വഴിതെറ്റുമ്പോൾ സഹായിക്കുവാനും നമ്മുടെ വചനത്തിൽ തന്നെ പലരും തെറ്റിക്കുവാൻ ശ്രമിക്കുമ്പോഴും എല്ലാം നമ്മളെ നേരായ പാതയിൽ നയിക്കുന്നത് നമ്മുടെ തിരുവചനമാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുവചനത്തിൽ നമുക്ക് ആശ്രയിച്ച് മുന്നോട്ട് പോകാം. അതിൽ തന്നെ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അതിൽ തന്നെ നമുക്ക് നമ്മുടെ രക്ഷയും നമ്മുടെ സംഗീതവും കോട്ടയും എല്ലാം നമ്മുടെ വാഗ്ദത്തങ്ങളും എല്ലാം ഈ വചനത്തിലുണ്ട്. അത് നമുക്ക് ധ്യാനിക്കാം, നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കിനി വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് മനസ്സിന് വേണ്ടിയുള്ള യുദ്ധം. നമുക്കൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യം. മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞങ്ങളെ തന്നെ അല്ല, ക്രിസ്തുയേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് ഇരുളും വെളിച്ചവും തമ്മിലുള്ള ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് യേശുവാണ് വെളിച്ചം, സാത്താൻ ഇരുട്ട്. നാം എപ്പോഴൊക്കെ സത്യത്തിൽ നാം നയിക്കുന്നു, നാം അപ്പോഴൊക്കെ വെളിച്ചത്തിലായിരിക്കും. എന്നാൽ ചില സാഹചര്യങ്ങൾ ഈ ലോകത്തിൻ്റെ പ്രഭുവാരാണ്, ലോകത്തിൻ്റെ പ്രഭു സാത്താൻ. ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ ഈ നല്ല നല്ല ഉപദേശങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി അവരുടെ കണ്ണുകളെ കുരുടാക്കും. ഇവിടെ കണ്ണുകളെ കുരുടാക്കുന്ന അവിശ്വാസികളുടെ കണ്ണുകളെയാണ് സാത്താൻ കുരുടാക്കുന്നത്. അങ്ങനെ അവിശ്വാസികളുടെ കണ്ണുകളെ കുരുടാക്കുമ്പോൾ അവിടെ ഈ വചനം ഒരിക്കലും അവരുടെ ഉള്ളിലേക്ക് എത്തുകയില്ല. അങ്ങനെ അത് ഒരു സാത്താൻ്റെ പ്രവൃത്തിയാണ്. ഈ നാം നോക്കുമ്പോൾ മനസ്സ് എന്നത് ഒരു ഗ്രീക്ക് പദമാണ്. അതിനെ നോമ എന്ന് നമ്മൾ പറയും. ഈ മനസ്സെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എങ്ങനെയെങ്കിലും നമ്മളെ സ്വാധീനിച്ച് പ്രേരിപ്പിച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മളങ്ങ് പോകും. പക്ഷേ അത് പിന്നെ അതിൽ നിന്ന് മാറണമെങ്കിൽ വളരെയധികം സമയമെടുക്കുകയും അത് വളരെയേറെ പ്രയാസം നിറഞ്ഞ കാര്യവുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 23-ഉം 25-ഉം വാക്യങ്ങളിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, അവിടെ പാപം കടന്നു വരുമ്പോൾ, ഒരാളുടെ മനസ്സിൽ പാപം കടന്നു വരുമ്പോൾ അവിടെ ആ മനസ്സ് ഇരുട്ടാവുകയാണ്. അത് പിന്നെ ഒരിക്കലും വെളിച്ചത്തിൽ നിലനിൽക്കുകയില്ല. അതുപോലെ തന്നെ 12:2 പറയുന്നു, റോമർ 12:2 പറയുന്നത്, നമുക്ക് ഈ പാപത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നമ്മൾ പുതുക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഉള്ളിൽ രൂപാന്തരം സംഭവിക്കും. നമ്മുടെ മനസ്സ് നാം പുതുക്കണം. നാം പുതുക്കി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ രൂപാന്തരം സംഭവിക്കും. അതായത് 2 കൊരിന്ത്യർ 3:4 പറയുന്നത്,
നമുക്ക് എത്ര നമ്മുടെ പാപങ്ങളുണ്ടായിരുന്നാലും നമ്മളത് മനസ്സ് പുതുക്കി ദൈവത്തിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ആ ദൈവം നമുക്ക് ഉറപ്പ് തരുന്നു. നമുക്ക് ആ ഒരു ഉറപ്പ്, നിത്യജീവൻ്റെ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ 11:3 പ്രകാരം തന്നെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഫിലിപ്പിയർ 2:5 പറഞ്ഞിരിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ ഭാവം, 11:3 പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഭാവം ക്രിസ്തുവിൻ്റെ ഭാവമാണ്. അതുപോലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-8 പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും എന്നതാണ്. അങ്ങനെ നാം ഈ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നാം പിടിച്ചു നിർത്തുക. നമ്മുടെ മനസ്സ് സാത്താന് കൊടുക്കാതെ അത് ദൈവത്തിങ്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനവും സന്തോഷവും എല്ലാം ലഭിക്കും. നമുക്കൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ സാത്താൻ ഹവ്വയെ ചതിച്ചതുപോലെ ഇവിടെ ഉള്ള കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുകയാണ്, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുയേശുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ആ നിർമ്മലതയും ഏകാഗ്രതയും ഒക്കെ വിട്ട് സാത്താൻ്റെ വഞ്ചനയ്ക്ക് കീഴ്പ്പെടുമോ എന്നിവിടെ പൗലോസ് ഭയപ്പെടുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നാം നോക്കുമ്പോൾ ശരിക്കും പലതരത്തിലുള്ള സാത്താൻ്റെ വഞ്ചനകൾ നമ്മുടെ മുന്നിലേക്ക് എപ്പോഴും കടന്നു വരും. എന്നാൽ അതൊന്നും നാം വഞ്ചിതരായി പോകാൻ പാടില്ല. പല പല അവസരങ്ങൾ നമ്മുടെ മനസ്സ് അഥവാ ആ പാപത്തിലേക്ക് വീണു പോയാലും ദൈവം പല പല അവസരങ്ങൾ നമുക്ക് തരും. വീണ്ടും തിരിച്ച് ദൈവത്തിങ്കിലേക്ക് വരുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ആ വെളിച്ചത്തിൽ, ആ തിരുവചനത്തിൽ വിശ്വസിക്കാൻ വേണ്ടി, ആ വെളിച്ചത്തിലേക്ക് വരുവാൻ വേണ്ടിയുള്ള പല പല അവസരങ്ങൾ ദൈവം നമുക്ക് തരും. അതുപോലെ തന്നെ നാം നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ, ഈ തിരുവചനത്തിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ യേശുവാണ്. തിരുവെഴുത്തുകളുടെ കേന്ദ്രവും യേശുവാണ്. എല്ലാ തിരുവെഴുത്തും അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. നാം തിരുവചനങ്ങൾ തന്നെ വായിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് സാത്താനാകുന്ന ആ ഇരുട്ട് ഒരിക്കലും പ്രവേശിക്കുകയില്ല. എപ്പോഴും യേശുവാകുന്ന ആ സുവിശേഷത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രകാശിക്കും. ഒരു വാക്യം കൂടി വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ എന്താണ്? അപ്പോൾ വചനം ജഡമായി തീർന്നു. ഇവിടെ വചനം എന്ന് ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തു ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഏകജാതനായ പുത്രൻ്റെ തേജസ് നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇടയിലില്ല. പകരം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധാത്മാവിൽ നാം ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുക. നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഇരുട്ട് നിറയുകയില്ല. അതെപ്പോഴും പ്രകാശിച്ചുകൊണ്ട് വെളിച്ചത്തിൽ തന്നെ ആയിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വെള്ളിയാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. കൂടുതൽ ചിന്തയ്ക്ക് നാം വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ 40ഓളം എഴുത്തുകാരാണ് ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. ചിലത് നമുക്കത് ശരിയായിട്ട് തെളിയിക്കുവാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അനേകർ അതിനകത്ത് ആട്ടിടയന്മാരുണ്ടായിരുന്നു, ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ വൈദികരുണ്ടായിരുന്നു. അങ്ങനെ പല പല ജോലികൾ ചെയ്തിരുന്ന പലരും ഇതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. ഇവരെല്ലാവരും എഴുതിയത് ദൈവശ്വാസീയമായിട്ട് തന്നെയാണ്. ദൈവ നിർദ്ദേശപ്രകാരം അവരുടെ ഉള്ളിൽ
പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അവർ ഓരോരുത്തരും എഴുതിയത്. അപ്പോൾ ഈ ഓരോരുത്തർ എഴുതിയതിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സാത്താൻ പല രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഇവർ മാനുഷികമായി എഴുതിയതാണ്, അതൊരിക്കലും അതിൽ ദൈവികത്വം ഇല്ല എന്നുള്ള രീതിയിലുള്ള പല പല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇവിടെ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. ഉണർന്നും ജാഗ്രതയുമുള്ളവരായിട്ട് നമുക്കിരുന്നാൽ നമുക്കും തീർച്ചയായും വെളിപ്പാടുകൾ ലഭിക്കുവാൻ സാധിക്കും. നമുക്കറിയാം, എലൻ ജി വൈറ്റിന് വെളിപ്പാടുകൾ ലഭിച്ചു. അതിൻ്റെ ഫലമായ അനേകം പുസ്തകങ്ങൾ അവരെഴുതി. അതുപോലെ തന്നെ പണ്ടും ഇതുപോലെ അനേകർക്ക് വെളിപ്പെടുവാനും അനേകർ ദൈവത്തിൻ്റെ സത്യങ്ങളെ പലരിലൂടെ എഴുത്തിലൂടെ വെളിപ്പെടുത്തുവാനും ദൈവം ഇടയാക്കി. ഈ പ്രവചനങ്ങളെല്ലാം നാം ചിന്തിച്ച് നോക്കിയാൽ തന്നെ അതെല്ലാം ക്രോഡീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതൊക്കെ രീതിയിലുള്ള പ്രവചനങ്ങൾ നാം നോക്കിയാലും അതൊന്നും മറ്റേതിനെ ഖണ്ഡിക്കുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം തിരുവചന അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഞാൻ പണ്ട് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ് എന്ന പുസ്തകം പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു ശരിയായിട്ടുള്ള പ്രവാചകനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നതിനുള്ള ചില കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 10 പോയിൻ്റ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രവചനം ഒരാൾ നടത്തിയാൽ ആ പ്രവചനം എങ്ങനെയാണ് അത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നത് എന്നതിനെക്കുറിച്ചാണത്. ഒന്നാമത്തെ കാര്യം, പുതിയ പ്രവാചകന്മാർ പഴയ പ്രവാചകന്മാരെ ഖണ്ഡിക്കുകയില്ല. നേരത്തെ ഒരു പ്രവചനം നടത്തിയാൽ ആ പ്രവാചകൻ നേരത്തെ ആരെങ്കിലും പ്രവചനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും ഖണ്ഡിക്കുന്നതായിരിക്കില്ല, അതിന് വിരുദ്ധമായിട്ടായിരിക്കില്ല പറയുന്നത് ശരിയായ പ്രവാചകൻ. അതുപോലെ രണ്ടാമത്തെ കാര്യം, പഴയ പ്രവാചകന്മാരുടെ ഒരു പിന്തുടർച്ചയായിരിക്കും പുതിയ പ്രവചനം. പഴയ ഒരു പ്രവചനമുണ്ട്, അതിൻ്റെ ഒരു പിന്തുടർച്ച പോലെ ആയിരിക്കും ശരിക്കും പുതിയ പ്രവചനം. അതുപോലെ തന്നെ മൂന്നാമത്, തിരുവെഴുത്തുമായി ഒത്തുപോകുന്നതായിരിക്കും. ഒരിക്കലും തിരുവെഴുത്തിനെതിരെ നിൽക്കുന്നതായിരിക്കില്ല, തിരുവെഴുത്തുമായിട്ട് ഒത്തുപോകുന്നതായിരിക്കും എപ്പോഴും ഈ പ്രവചനം. അതുപോലെ നാലാമത്, ഭാവിയെക്കുറിച്ചുള്ള പ്രവചനം അത് ഫലം കാണുന്നതായിരിക്കും. അത് താമസിയാതെ, അല്ലെങ്കിൽ അത് എപ്പോഴും അതൊരു ബെയർ ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് ഫലം കാണുന്നതായിരിക്കണം ഈ പ്രവചനങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള പ്രവചനമാണ് നടത്തുന്നതെങ്കിൽ. അതുപോലെ തന്നെ യേശുവിൻ്റെ ദിവ്യത്വവും മനുഷ്യത്വവും എല്ലാം അംഗീകരിക്കുന്നതായിരിക്കും ഈ പ്രവചനം. ഒരിക്കലും അതിനെല്ലാം നിരാകരിക്കുന്നതാവുകയില്ല. അതുപോലെ തന്നെ ആറാമത്, സന്ദേശത്തിൻ്റെ ആനുകാലികത. നമ്മൾ ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിന് അനുകൂലമായിട്ടുള്ളതായിരിക്കണം അതിൻ്റെ പ്രവചനം. അതുപോലെ തന്നെ ഏഴാമത് നമ്മൾ നോക്കുമ്പോൾ സന്ദേശത്തിൻ്റെ ഉറപ്പ്. അത് നമ്മൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് അതിൽ നിന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ എട്ടാമത്, സമകാലികർ നൽകുന്ന അംഗീകാരം. ആ സമയത്തുള്ള സമകാലികരായ ആൾക്കാർ ഒരു അംഗീകാരം നൽകും, അതും ഇതിനകത്ത് പ്രാധാന്യമുണ്ട്. അടുത്ത ഒമ്പതാമത്, പുറമേയുള്ള സ്വാധീനം. പുറമേ അത് നമ്മുടെ വിശ്വാസത്തിലല്ല, മൊത്തത്തിലുള്ള ഒരു സ്വാധീനം, അതിനെയും കൂടെ ആശ്രയിച്ചാണിത് നമ്മൾ ശരിയായിട്ടുള്ള പ്രവചനമാണോ ഇയാൾ നടത്തിയതെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ശാരീരികമായ കാര്യങ്ങൾ, അതായത് ഏത് സാഹചര്യത്തിലാണ് ഇയാൾ പ്രവചനം കണ്ടത്, അയാൾ ഉണർന്നിരിക്കുമ്പോഴാണോ, ഉറക്കത്തിലായിരുന്നപ്പോഴാണോ, അതോ വെറുതെ മയങ്ങുന്ന സമയത്താണോ, അതോ യാത്ര ചെയ്യുമ്പോഴാണോ, ഏതൊരു ശാരീരികമായ ലക്ഷണങ്ങളും ഇതിൽ വളരെ പ്രധാനമാണ്. അങ്ങനെ നമ്മൾ ശരിയായ പ്രവചനം നടത്തുന്നവരെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ തന്നെ അത് വ്യാഖ്യാനിച്ചുകൊണ്ട് പലരും വരുമ്പോൾ അത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. അതിനായി നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെരോവയിലെ വിശ്വാസികളെ പോലെ ഈ പ്രവചനം കൊണ്ട് തെറ്റിപ്പോകുവാൻ നമ്മൾ ഒരിക്കലും ഇടയാവരുത്. നമുക്ക് ചർച്ചയ്ക്കുള്ള ചോദ്യത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ പാഠത്തിലെ ഉദ്ധരണി നോക്കുക.
തുടർന്ന് ഇനിയും പറയുന്നവ പരിഗണിക്കുക. തിരുവെഴുത്തുകളുടെ അധികാരത്തെ സൂക്ഷ്മമായി തുരങ്കം വയ്ക്കാൻ സാത്താൻ ഇന്ന് സമാനമായ രീതികൾ ഉപയോഗിക്കുന്നത് എങ്ങനെ? ശരിക്കും തിരുവചനത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അത് ഏറ്റവും നല്ലത്. കാരണം ചരിത്രങ്ങൾ നാം നോക്കുമ്പോൾ അത് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലൊരു പാഠമായി നിൽക്കും. അതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കുവാതിരിക്കുവാൻ വേണ്ടി. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ നമുക്കെപ്പോഴും ആശ്വാസം പകരുന്നതാണ്, നമുക്ക് പ്രത്യാശ തരുന്നതാണ്. സങ്കീർത്തനങ്ങളിലും പ്രവചനമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മൾ പഠിച്ചു, യേശുവിനെ കുറിച്ചൊക്കെ പ്രവചിച്ചിട്ടുണ്ട് സങ്കീർത്തനങ്ങളിൽ. അതുപോലെ തന്നെ പല പല പുസ്തകങ്ങൾ നാം നോക്കുമ്പോൾ ഓരോന്നിൽ നിന്നും നമുക്ക് ഓരോരോ പാഠങ്ങൾ നമുക്ക് ലഭിക്കുവാൻ സാധിക്കാതെ ശരിക്കും ദൈവശ്വാസിയും തന്നെയാണ്. അതല്ല എന്ന് സാത്താൻ കൊണ്ടുവരുന്നതിന് നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് അത് ആണ് ദൈവശ്വാസിയുമാണെന്ന് നമുക്ക് സമർത്ഥിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, ദൈവവചനം തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനെതിരായി നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷണം ഏതാണ്? ദൈവവചനം നമ്മൾ ചിലപ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കും. അപ്പോൾ അതിനെ നമ്മൾ സംരക്ഷിക്കുന്നത് ദൈവവചനം തന്നെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. കാരണം ഇവിടെ സാത്താൻ യേശുവിനെ പരീക്ഷിച്ച് കുടുക്കിലാക്കുവാൻ നോക്കിയപ്പോൾ അപ്പോഴും ദൈവവചനം വെച്ച് തന്നെയാണ് ദൈവം പോരാടിയത്. അടുത്ത മൂന്നാമത്, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ സാത്താൻ്റെ പ്രധാന ശ്രമം ദൈവത്തിൻ്റെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുകയും അവനെ സ്വേച്ഛാധിപതിയായി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അവൻ്റെ നുണകളോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണം എങ്ങനെ? അവൻ യേശുവിനെ ദൈവത്തിനെ ഒരു സ്വേച്ഛാധിപതിയായിട്ട്, ഒരു ക്രൂരനായിട്ടാണ് സാത്താൻ ചിത്രീകരിക്കുന്നത്. എന്നാൽ അവൻ ഏറ്റവും ദീർഘക്ഷമയുള്ളവനും സമാധാനമുള്ളവനും അവൻ പലരോടും ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും എല്ലാം ബൈബിളിനകത്ത് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. ചില സമയത്ത് ദൈവം തീക്ഷ്ണമായി തന്നെ ഇടപെട്ട് കാണും. പക്ഷേ പല കൂടുതൽ സാഹചര്യങ്ങളിലും ദൈവം ദീർഘക്ഷമ കാണിക്കുന്നതിൻ്റെ ഉദാഹരണം നമുക്ക് തിരുവചനത്തിൽ നിന്ന് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് അപ്പോസ്തലനായ പത്രോസ് ഉറപ്പിച്ച് പറയുന്നു. 2 പത്രോസ് 1:20 നമുക്ക് കാണുന്ന പോലെ നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങൾ നേടുന്നതിനായി തിരുവെഴുത്തുകളുടെ അർത്ഥം വളച്ചൊടിക്കുന്നില്ലെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം? നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങൾ, കാരണം ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ പറയും, നമുക്ക് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് അവധി, അതുകൊണ്ട് ഞങ്ങൾ അന്ന് ശബദായി ആചരിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു ന്യായീകരണവുമില്ല. അത് ശരിക്കും ശബദിന് തന്നെയാണ് ആചരിക്കേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ സാത്താൻ വഞ്ചിച്ചു എന്ന് വരാം. വിട്ടുവീഴ്ചകൾ നമുക്ക് കുഴപ്പമില്ല എന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കാം. പക്ഷെ അതിലൊന്നും നാം വീണു പോകാൻ പാടില്ല. നാം ദൈവത്തിൻ്റെ പാതയിൽ തന്നെ ആയിരിക്കുവാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാനും ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. നമ്മുടെ ഈ പാഠം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ ഇനിയും കൂടെ ചുരുക്കത്തിൽ പാഠം എടുക്കുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അത് നീണ്ടു പോകുന്നതാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പാഠം ശ്രദ്ധിക്കുക. നിങ്ങളത് ചുരുക്കമായി നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ വേണ്ടി ഞാൻ കൂടെ ചുരുക്കി എടുക്കുവാൻ മാക്സിമം ശ്രമിക്കാം. നമ്മുടെ മനപ്പാഠവാക്യം ഒന്നുകൂടെ വായിക്കാം. അതിന് യേശു അവരോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളയിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ. ഇരുളിൽ നടക്കുന്നവന് എവിടെ പോകുന്നുവെന്ന് അറിയില്ല, ഒരു ലക്ഷ്യവുമില്ലാതെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും വെളിച്ചത്തിൽ നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം വെളിച്ചത്തിൽ തന്നെ ആയിരിക്കുക. അങ്ങനെ ഇരുട്ടിൽ വെളിച്ചം എന്നുള്ള ഈ പാഠത്തിൽ നാം എപ്പോഴും വെളിച്ചത്തിലായിരിക്കാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു. അതിനായി ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ഈ ദിനത്തിൻ്റെ ഈ നല്ല സമയത്തിൽ അടിയങ്ങളവിടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളെ ഓരോ ദിവസവും കാത്തു പരിപാലിക്കുന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ സത്യവെളിച്ചം അറിയാതെ അനേകർ ഇരുട്ടിലായിരിക്കുന്നു കർത്താവേ. അവരിലെല്ലാവരും സത്യവെളിച്ചം പകരുവാൻ ഞങ്ങളിലൂടെ
അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് യാചിക്കുന്നു. വചനം അറിയുന്നവർ വിളക്കേന്തി കൊണ്ട് എല്ലാ ഇരുട്ടറകളിലും ചെന്നുകൊണ്ട് കർത്താവെ ആ അന്ധകാരം മാറ്റുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ സഭയിൽ ഓരോ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ നേരിടുന്ന അനേകം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പീഡനങ്ങളെ ഓർക്കുന്നു കർത്താവെ. അതെല്ലാം മാറ്റിക്കൊടുക്കുമാറാകണമേ. സാമ്പത്തിക ഞെരുക്കങ്ങളെ ഓർക്കുന്നു, മറ്റു പ്രയാസങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക ക്ലേശങ്ങൾ ഓർക്കുന്നു. അതെല്ലാം അവിടെ നിന്ന് മാറ്റി കർത്താവെ സന്തോഷവും സമാധാനവും അവിടെ നിറയ്ക്കണമേ. അവിടുത്തെ ഫലവറയിൽ നിന്ന് അവിടെ നിന്ന് മതിവരാവോളം കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് എല്ലാവരെയും സമാധാനത്തിലാക്കണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് നല്ലൊരു ശബ്ദാനുഭവം അവിടെ നിന്ന് തരണം. ചോദിച്ചൊരുപരി നന്മകളെ കൊണ്ട് നിറയ്ക്കണം. രക്ഷാർത്ഥം പ്രാർത്ഥനയ്ക്കുള്ള മാറണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ.